അടുത്തത് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മസാല ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ്. ചൂടായ പാനിനകത്ത് ദോശമാവ് ഒഴിച്ച് നല്ലതുപോലെ പരത്തി, എന്നിട്ട് അതിനകത്തോട്ട് നെയ്യ്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് തീ എപ്പോഴും കുറച്ച് വെക്കണം. പെട്ടെന്ന് ദോശ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ചെറുതായിട്ടൊന്ന് റെഡ് കൊടുക്കുക. ഇനി ഒരു സൈഡ് വെന്ത് കഴിഞ്ഞിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കണം. അത് പാനിൽ സ്റ്റിക്കായിരിക്കണമെങ്കിൽ കുറച്ചും കൂടെ നൈസായി കുടിച്ച് കൊടുക്കാവുന്നതാണ്. രണ്ട് സൈഡും വെന്തതിന് ശേഷം അതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ട് ചുരുട്ടിയെടുക്കാം. ഇനി അടുത്തത് ദോശയ്ക്കകത്ത് മസാല ചേർക്കുന്നതാണ്. മസാല 1 സ്പൂൺ 1.5 സ്പൂൺ എടുത്താൽ മതിയാവും. അതെടുത്തുനിന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് 2 സൈഡിൽ നിന്നൊന്ന് ഫോൾഡ് ചെയ്യണം. നമുക്ക് ആവശ്യാനുസരണം മസാല ചേർക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പകുതി ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ സൈഡിൽ നിന്ന് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ മസാല ദോശ റെഡി. ഇതാ നിങ്ങൾക്ക് സ്വാദിഷ്ടമായ മസാല ദോശ ഹോം മെയ്ഡ് റെഡി. കൂടെ സാമ്പാറും കൂടെ കഴിക്കാം.